Hi, good afternoon all. Today, the examination, just LPUP examination just got over. So, it is my humble attempt to resolve the solutions of English part, our LPUP assistant examination. The English part question I'm gonna just resolve. So, it is my own opinion. I believe these answer will be correct. So, for me, the code was കോഡ് ലെറ്റർ സി. ഇപ്പോൾ ഇംഗ്ലീഷിലെ കോഡ് ലെറ്റർ സിയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് 81-82 ചോദ്യങ്ങൾ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഫ് യു ആർ എ പെയിൻറ്റർ, അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് യു കുഡ് കം ഇൻ, യു ആർ കമ്മിങ് ഇൻ, യു മേ കം ഇൻ, യു വുഡ് കം ഇൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇഫ് യു ആർ എ പെയിൻറ്റർ, ഇത് പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. പ്രസൻറ്റ് ടെൻസിൽ V1 ഫോമിൽ നിൽക്കുന്നൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ യു കുഡ് ആൻഡ് യു വുഡ് ഇത് രണ്ടും വരില്ല. പിന്നെ യു ആർ കമ്മിങ് എന്നുള്ളത് ഒരു റോങ് യൂസേജ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള യു മേ കം ഇൻ എന്നുള്ളതാണ്, സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 82ാമത്തെ ചോദ്യം വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് അലോൺ ഹി ഹാഡ് ഡ്രോൺ കാറ്റ്സ്, he was drawing cats, he draws cat, he drew cats. So ഇതൊരു whenever he found himself alone, ഓക്കെ, ഫൗണ്ട് ഹിംസെൽഫ് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്, ഹി ഡ്രൂ കാറ്റ്സ്. ഇത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു ലെസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് ഞാൻ നോക്കി, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം, ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. പിന്നെ പാസേജ് വരികയാണെങ്കിൽ പാസേജിൽ വെൻ ഐ ബിക്കെയിം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് എന്ന് തുടങ്ങുന്ന പാസേജ്, അതിൽ കുറച്ച് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ്. സോ സിമ്പിൾ ഈസി ചോദ്യമായിരുന്നു. അതിൽ എന്തിൻ്റെ വിലയാണ് കൂടുന്നത്, ഗോയിങ് അപ്പ്, കോക്കനട്ട്സിൻ്റെ ആണ്, കോക്കനട്ട്സ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. പിന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്തത് 84ാമത്തെ ചോദ്യം ഹൗ ഡിഡ് ദ ഓതർ ഫീൽ. ഇതിൽ നിങ്ങളെ ജസ്റ്റ് കുഴക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സാഡ്, എലൈറ്റഡ്, ആംഗ്രി, എക്സൈറ്റഡ്. അപ്പോൾ ഇതിൽ എലൈറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തവർക്ക് ഉത്തരം തെറ്റിപ്പോകും. സത്യത്തിൽ ദ ഓതർ വാസ് വെരി ഹാപ്പി എന്നതിൻ്റെ മറ്റൊരു സിനണിമാണ് എലൈറ്റഡ്. സോ എലൈറ്റഡ് ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ 85ാമത്തെ ചോദ്യം സജസ്റ്റ് വൺ വേർഡ് ഫോർ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം വരുന്നത് വെരി ജോയ്ഫുൾ, ഹാപ്പി എന്നുള്ളതാണ്. എഗെയിൻ മറ്റൊരു ഫ്രേസ് വന്നിട്ടുണ്ട് ഇൻ ഹൈ സ്പിരിറ്റ്സ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം, ജോയ്ഫുൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് അണ്ടർലൈൻ ദ മീനിങ് ഓഫ് ദ ഗിവൺ വേർഡ്. ഓക്കെ, ഈഫ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിസൺ സീക്രട്ട്ലി എന്നാണ് അർത്ഥം, ടു ലിസൺ സീക്രട്ട്ലി, ഈഫ് ഡ്രോപ്പ്. അതുപോലെ യു ക്യാൻ സീ ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിജറ്റിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി എന്നാണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നൈന വാസ് അമേസ്ഡ്, ഇത് പ്രിപ്പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. ഇവിടെ ഓൺ ഹെർ ഓൺ സ്ട്രെങ്ത് എന്നാണ്, ഓൺ ആണ് കറക്റ്റ് ഉത്തരം വരേണ്ടത്. കാരണം അവരുടെ സെൽഫ് എബിലിറ്റിയൊക്കെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള സാധനം ആയതുകൊണ്ട് ഓൺ ആണ് പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത്. The next one is Rajat ran dash into the garden. So Rajat ran up into the garden, Rajat ran on into the garden, Rajan ran out into the garden, Rajat ran at into the garden. ഇത് രണ്ടിലും ഒരു ലോജിക്ക് വരുന്നില്ല, ഒരു കണക്ഷൻ ഇല്ല അല്ലേ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രജത് റാൻ അപ്പ് ഇൻ ടു ദ ഗാർഡൻ എന്നാണ് കറക്റ്റ് ഉത്തരം വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പ് ആണ് കറക്റ്റ് ആൻസർ. ഓൺ ഇൻ ടു ദ ഗാർഡൻ, ഔട്ട് ഇൻ ടു ദ ഗാർഡൻ എന്ന് ഐ എം ജസ്റ്റ് കൺഫ്യൂസിങ് അബൌട്ട് ഇറ്റ്. സോ അപ്പ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ആൻ ഇറി സൗണ്ട് ഫ്ലോട്ടഡ് ഇൻ ദ എയർ, നോട്ട് അലോങ് ദ എയർ, ഓവർ ദ എയർ, ഇറ്റ് ഈസ് ഇൻ ദ എയർ. സോ ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ, എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഉത്തരങ്ങളാണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ കോമെൻറ്റ് ബിലോ.
your correct answer, and I hope all you have done your examination well. സോ എന്തെങ്കിലും നിങ്ങളുടെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.